നാട്ടിൽ പോയി പീടികകുലയിൽ ഇരുന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് 90 കിഡ്സായ എന്റെയൊക്കെ പഴയ നല്ല കാലം മനസ്സിലൂടെ കടന്നുപോയത്. രാവിലെ കണ്ണു തുറന്നാൽ പാർലേജി ബിസ്ക്കറ്റും കട്ടൻ ചായയും കുടിച്ച് നേരെ മദ്രസയിലോട്ട്. ഹവായി ചെരുപ്പും സഞ്ചിയും. മഴക്കാലമാണെങ്കിൽ ഹവായി ചെരുപ്പിന് പിന്നിൽ ഒരു റബ്ബറും ഉണ്ടാകും. മദ്രസ വിട്ട് വരുമ്പോഴേക്കും ഉമ്മ നല്ല ചായയും കടിയും ഉണ്ടാക്കി വെച്ചിരിക്കും. അതും കഴിച്ച് നേരെ അരൂര് സ്കൂളിലോട്ട്. അന്ന് ഇന്നത്തെ പോലെ വീട്ടുപടിക്കൽ ബസ് വന്ന് ഹോണടിക്കാനൊന്നുമില്ല. വഴിയിൽ കണ്ട സകല ചെടികളോടും അപ്പയോടും മിണ്ടിയും പറഞ്ഞു നേരെ സ്കൂളിലോട്ട്. വല്ലപ്പോഴൊക്കെ സുൽത്താൻ ബസ് ശരണം, അല്ലെങ്കിൽ ആപ്പ് ഓട്ടോറിക്ഷ, കുത്തി നിറച്ചുള്ളൊരു യാത്ര. സ്കൂളിലെത്തിയാൽ പിന്നെ ചുറ്റും യൂണിഫോമിലുള്ള കൂട്ടുകാർ. സ്കൂളിന് ചുറ്റും നമുക്ക് ഒരു സ്വർഗരാജ്യം ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് മുട്ടായി പീടിക. ഇന്റർവെൽ സമയങ്ങളിലെല്ലാം വീട്ടിൽ നിന്നും തന്നയച്ച് 1 രൂപ 2 രൂപ കൊണ്ട് കടയിലോട്ട് ഓടും. പുളിമിഠായിയും അച്ചാറും ഉള്ളി അച്ചാറും ബീട്രൂട്ട് അച്ചാറും കടലയും അങ്ങനെ പലതും. കൈ കഴുകാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അന്നൊക്കെ നമ്മുടെ കൂട്ടുകാർ വാങ്ങിയിരുന്ന അച്ചാറിന്റെ ഒരു പങ്ക് നമ്മുടെ ഉള്ളം കൈയിലോട്ട് വെച്ച് തരും. അതിന് വല്ലാത്തൊരു സ്വാദായിരുന്നു. വൈകുന്നേരമായാൽ ബാലേട്ടന്റെ കടയിലെ ഉള്ളിവടയുടെ മണം. സ്കൂൾ വിട്ട് വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം മഗ്‌രിബാങ്ക് കൊടുക്കാനായിട്ടുണ്ടാവും. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴിക്കുള്ള തോട്ടിലും കുളത്തിലൊക്കെ ചാടി, പാടത്തൊക്കെ കളിച്ച്, മാവിന് കല്ലെറിഞ്ഞ്, കോട്ടി കളിച്ച് എന്തായാലും വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടാവും. അപ്പൊ ഉമ്മാന്റെ ഒരു ചോദ്യം ഉണ്ടാവും, കാളൂട്ട് കണ്ടെത്തുന്നതാണോ ഇജ്ജ് വരുന്നതെന്ന്. പക്ഷെ നമ്മൾ അതൊന്നും കേൾക്കാതെ ഒരുപാട് കളിച്ചും ഓടിയും തിമിർത്ത് പോയ നമ്മുടെ കുട്ടിക്കാല ഓർമ്മകൾ. അന്നൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയ കഞ്ഞിൻ്റെ പാറിൻ്റെ ടേസ്റ്റ് ഒന്നും ഇനി ഒരു കാലത്ത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.